ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ശ്രീരാമചന്ദ്രാശരണം. വാൽമീകി രാമായണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉത്തരകാണ്ഡത്തില് ഈ സർഗത്തില് സീതാശ്രമ പ്രവേശനം എന്ന സർഗമാണ് പറയുന്നത്. സീത വാൽമീകി ആശ്രമത്തിൽ അഭയം പ്രാപിക്കുന്ന ഭാഗം. യശസ്വിനിയായ സീത പരിശുദ്ധയാണെന്ന് അറിയാമായിരുന്നിട്ടും ലോകാപവാദം ഭയന്ന് രാമൻ ശോകസന്തപ്തനായി ആ സീതയെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. സഹോദരന്മാരെ വരുത്തി കാര്യം അവതരിപ്പിച്ചു. നീറുന്ന ഹൃദയത്തോടെ കണ്ണിൽ കണ്ണീരോടെ രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു, ലക്ഷ്മണ, നാളെ പ്രഭാതത്തിൽ സുമന്ത്രർ തെളിക്കുന്ന തേരിൽ കയറി സീതയെയും കയറ്റി നാടിൻ്റെ പുറത്തു കൊണ്ടുപോയി ആക്കണം. മഹാത്മാവായ വാൽമീകിയുടെ സ്വർഗസദൃശമായ ആശ്രമം ഗംഗയുടെ മറുകരയിൽ തമസാ തീരത്താണ്. ആ ശൂന്യപ്രദേശത്ത് ഇവളെ ഉപേക്ഷിച്ച് നീ വേഗം തിരിച്ചു വരണം എന്ന് ശ്രീരാമൻ ലക്ഷ്മണനോട് പറയണം. എൻ്റെ ആജ്ഞ അനുസരിക്കുക, ഇതിനെക്കുറിച്ച് നീ മറുത്തൊന്നും പറയരുത്. ഗംഗാതീരത്തുള്ള മുനിയാശ്രമങ്ങൾ കാണണമെന്ന് സീത മോഹം പറഞ്ഞിരുന്നു. അവളുടെ ആ ആഗ്രഹവും ഇന്ന് നിറവേറ്റിക്കൊടുക്കാം. ആജ്ഞയനുസരിച്ച് ലക്ഷ്മണൻ സീതയെയും കൂട്ടി ധീമാനായ സുമന്ത്രനോടുമൊപ്പം തേരിൽ കയറി യാത്രയായി. ഗംഗാതീരത്തിലെ എത്തിയപ്പോൾ രഥവുമായി കാത്തു നിൽക്കാൻ സുമന്ത്രനോട് പറഞ്ഞ് ലക്ഷ്മണൻ തോണിക്കാരെ വിളിച്ച് തോണി വരുത്തി സീതയെയും കൂട്ടി ഗംഗ കടക്കാൻ തയ്യാറായി. മറുകരയിലെത്തിയതിനു ശേഷം ലക്ഷ്മണൻ കണ്ണീരിൽ മുങ്ങി കൈകൾ കൂപ്പി സീതയോട് ആ സത്യം വെളിപ്പെടുത്തി. ജനകാത്മജേ, നഗരത്തിലും നാട്ടിൻ പുറത്തും ഭവതിയെക്കുറിച്ചുള്ള കൊടിയ അപവാദത്തെ പറ്റി സഭാമധ്യത്തിൽ വെച്ച് കേൾക്കയാൽ രാമൻ സന്തപ്ത ഹൃദയനായി എല്ലാം എന്നെ ഏൽപ്പിച്ചിട്ട് ഗൃഹത്തിലേക്ക് പോയി. എല്ലാ കാര്യം അദ്ദേഹത്തിന് അങ്ങേയറ്റം വിഷമമുണ്ട്. എല്ലാം എന്നോട് വേണ്ട പോലെ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടിട്ട് ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോയി. പരാപവാദം പേടിച്ചതാണെന്ന് ധരിക്കണം. പൗരന്മാരുടെ അപവാദം പേടിച്ചാണ് ശ്രീരാമൻ അങ്ങനെ ചെയ്തത്. മറിച്ചൊന്നും ചിന്തിക്കരുത്, വേറെ തെറ്റിദ്ധാരണയൊന്നും തോന്നണ്ട. ആ പൗരജനങ്ങളുടെ അപവാദത്തെ ഭയന്നാണ് ഒരു രാജാവിൻ്റെ കടമ. ജനങ്ങളുടെ ഹിതം നോക്കലാണല്ലോ. അതുകൊണ്ട് ആ ധർമ്മം അനുസരിച്ച് ശ്രീരാമൻ ഇങ്ങനെ ചെയ്തതാണ്. അദ്ദേഹത്തിന് അങ്ങേറ്റം പ്രയാസമുണ്ട് എന്നെല്ലാം ലക്ഷ്മണൻ സീതയെ ധരിപ്പിച്ചു. രാജാജ്ഞയും ഭവതിയുടെ അഭിലാഷവും അനുസരിച്ച് ദേവിയെ ഞാൻ ആശ്രമ സമീപത്തായി ഉപേക്ഷിക്കണം. ഇതാ ബ്രഹ്മർഷിമാരുടെ പുണ്യവും മനോഹരവുമായ തപോവനം. മഹായശസ്വിയും മുനിപുങ്കവനും വിപ്രനുമായ വാൽമീകി എൻ്റെ പിതാവായ ദശരഥ രാജാവിൻ്റെ പ്രിയ സുഹൃത്താണ്. ദശരഥ മഹാരാജാവിൻ്റെ സുഹൃത്താണ് വാൽമീകി മഹർഷി. ആ മഹാത്മാവിൻ്റെ പാദഛായയെ ആശ്രയിച്ച് ഉപവാസത്തോടും ഏകാഗ്രതയോടും കൂടി ദേവി സുഖമായി വസിച്ചാലും ഇവിടെ രാമനെ എപ്പോഴും ഹൃദയത്തിൽ ധ്യാനിച്ച് പാതിവൃത്യത്തോടെ വസിക്കുക. എന്നാൽ ഭവതിക്ക് പരമമായ ശ്രേയസ്സുണ്ടാകും എന്നെല്ലാം ലക്ഷ്മണൻ സീതയോട് പറഞ്ഞ് സീതയെ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ച് ദുഃഖപരവശനായ ലക്ഷ്മണൻ തോണിയിൽ കയറി.
അശരണയെപ്പോലെ സീത മറുകരയിൽ നിന്ന് പിടയുന്നത് വീണ്ടും വീണ്ടും തിരിഞ്ഞു നോക്കിക്കൊണ്ട് ലക്ഷ്മണൻ തിരിച്ചുപോയി. വിദൂരത്തിലെത്തിയ ലക്ഷ്മണനെയും തേരിനെയും വീണ്ടും വീണ്ടും നോക്കിക്കൊണ്ട് സീത ദുഃഖത്തിൽ വല്ലാത്ത ശോകത്തിൽ മുഴുകിപ്പോയി. ദുഃഖത്തിൽ ആണ്ടുപോയി സീത ലക്ഷ്മണനെയും തീരനെയും നോക്കിക്കൊണ്ട്. താൻ ഒറ്റയ്ക്കായി പോയല്ലോ, അനാഥയായി പോയല്ലോ, ശ്രീരാമൻ എന്നെ ഉപേക്ഷിച്ചല്ലോ എന്ന് സീതയ്ക്ക് വല്ലാത്ത ദുഃഖമായി തീരുന്നു. നാഥനെ കാണാതെ ദുഃഖം താങ്ങാൻ കഴിയാതെ ആ സാധ്വി ഉറക്കെ കരഞ്ഞു. അങ്ങനെ സീത അവിടെ കരയുന്ന സമയത്ത് അവിടെ ആശ്രമങ്ങളിൽ താമസിച്ചിരുന്ന ആ മുനികുമാരന്മാർ ആ കരച്ചിൽ കേട്ടു വന്നു. സീത കരയുന്നത് കണ്ടു. അവരത് വാൽമീകി മഹർഷിയുടെ അടുത്ത് ചെന്ന് അറിയിച്ചു. ആ കാര്യം പറഞ്ഞു. എന്താണ്? പുഴവക്കത്ത് ആ നദിയുടെ തീരത്ത് ഒരു ലക്ഷ്മി ദേവിയെ പോലെ ഉള്ള ഒരു നാരി, മുമ്പ് കാണാത്തതാണ്, ഇതുവരെ കണ്ടിട്ടില്ല, ശ്രീലക്ഷ്മി ദേവിയെ പോലെയുള്ള ഒരു നാരി അവിടെ ഇരുന്ന് ദുഃഖിച്ചു കരയുന്നത് കണ്ടു. ഭഗവൻ വിണ്ണിൽ നിന്ന് വീണ ദേവതയെ പോലുള്ള ഇവളെ അങ്ങ് കാണണം. പുഴവക്കത്ത് ദുഃഖിതയായിരിക്കുന്ന ഈ വിശിഷ്ട നാരി ആരായിരിക്കാം? ശോകപരായണയും അതിയായി കരയുന്നവളും ദുഃഖശോകങ്ങൾക്ക് അനർഹയും ഏകാകിനിയും അനാഥയെപ്പോലെ ദീനയുമായ ആ സീതയെ, ആ നാരിയെ ഞങ്ങൾ കണ്ടു എന്ന് പറയാണ്. അവിടെ ഇരുന്ന് കരയുന്ന അവളെ അങ്ങ് പോയി കാണണം എന്ന് ആ മഹർഷിയോട് പറഞ്ഞു മുനികുമാരന്മാര്. അവൾ മനുഷ്യ സ്ത്രീയാണെന്ന് തോന്നുന്നില്ല. ആശ്രമത്തിനരികിൽ ഭവാനെ ശരണം പ്രാപിച്ചവളാണിവൾ. ആ സാധ്വി ഒരു രക്ഷകനെ അന്വേഷിക്കുന്നു. അഭയത്തിനായിട്ടൊരു രക്ഷകനെ തേടുന്നു ആ സാധ്വിയായ സ്ത്രീ. ഭവാൻ അവളെ രക്ഷിക്കണം. അവളെ വേണ്ട വിധം സൽക്കരിച്ച് അവളെ രക്ഷിക്കേണ്ടതാണ് എന്നെല്ലാം മുനികുമാരന്മാരുടെ വാക്ക് കേട്ട് ആ മഹർഷി അവരുടെ വാക്ക് കേട്ട് ധാർമ്മികനും ദിവ്യദൃഷ്ടിയും ഉള്ളവനുമായ ആ താപസൻ, അദ്ദേഹത്തിന് ധ്യാനത്തിൽ കൂടിയെല്ലാം സത്യം അറിയാൻ കഴിയും. വാൽമീകി മഹർഷി വലിയ തപസ്സുള്ള ആളാണ്. തപോബലം കൊണ്ട് അദ്ദേഹത്തിനെല്ലാം ധ്യാനത്തിൽ കൂടി കാണാൻ കഴിയും. അങ്ങനെയാണല്ലോ ഈ രാമായണം എഴുതിയതും. അങ്ങനെയുള്ള വാൽമീകി മഹർഷിയുടെ അടുത്താണ് ചെന്നിട്ട് പറഞ്ഞത് അഭയം. ആ മുനികുമാരന്മാര് അദ്ദേഹം ധ്യാനത്തിൽ നിന്ന് മനസ്സിലാക്കി ആ കാര്യങ്ങളെല്ലാം സത്യം മനസ്സിലാക്കി നല്ലപോലെ ആലോചിച്ചുറച്ച് സീത നിൽക്കുന്നിടത്തേക്ക് ഓടിച്ചെന്നു. ആ മഹാപ്രാജ്ഞൻ വിശിഷ്ടമായ അർഘ്യവുമെടുത്ത് കുറച്ചു ദൂരം നടന്ന് ഗംഗയുടെ തീരത്തെത്തി ആ ദേശത്ത് വന്നു ചേർന്നു. സീത എവിടെയാണോ ഇരിക്കുന്നത്, രാഘവന്റെ പ്രിയപത്നിയായ സീതയെ അനാഥയെപ്പോലെ അവിടെ കണ്ടുമുണി. ശോകാർത്തയായി വിലപിക്കുന്ന ആ സീതയോട് തേജസ്സിനാൽ മനം കുളിർപ്പിക്കുമാറ് തൻ്റെ തേജസ്സുള്ള ആ മഹർഷി വളരെ ശാന്തമായി ദുഃഖിക്കുന്നവരുടെ മനസ്സിനെ തണുപ്പിക്കുമാറ് ആ വാൽമീകി മഹർഷി മധുരമായി ഇങ്ങനെ അരുളി ചെയ്തു. എന്താണ്? ദശരഥന്റെ സുഷയും രാമന്റെ പ്രിയ മഹിഷിയും ജനകരാജന്റെ പുത്രിയുമായ പതിവ്രതേ ഭവതിക്ക് സ്വാഗതം. ആ ഒരൊറ്റ വാക്കിൽ നിന്ന് സീത എത്ര ആശ്വാസം കൊണ്ടെന്ന് പറയാൻ പറ്റില്ല. പതിവ്രതയെ എന്ന് സംബോധന ചെയ്തുകൊണ്ടാണ് സീതയ്ക്ക് വാൽമീകി മഹർഷി ഒന്ന് ചോദിച്ചതുമില്ല, സീതയ്ക്ക് ഒന്നും പറയേണ്ടിയും വന്നില്ല. അവിടെ എല്ലാം അദ്ദേഹത്തിന് അറിയാമായിരുന്നു ധ്യാനത്തിൽ കൂടി. അത് കേട്ട് ആ പതിവ്രത എന്നുള്ള ആ സംബോധന കൂടിയും കേട്ട് കഴിഞ്ഞപ്പോൾ സീതയ്ക്ക് എത്ര ആശ്വാസമായി കാണും. അങ്ങനെയുള്ള സീതയ്ക്ക് സ്വാഗതം പറഞ്ഞു. ആ മഹർഷി പറഞ്ഞു, ഭവതി വരുന്നുണ്ട് എന്ന് ഞാൻ ധ്യാനത്തിൽ കൂടി മനസ്സിലാക്കിയിരുന്നു. സകല കാരണവും ഞാൻ ധ്യാനത്തിൽ എൻ്റെ മനസ്സിൽ കണ്ടറിയുന്നുണ്ട്. നിന്നെക്കുറിച്ചുള്ള എല്ലാം തന്നെ എനിക്ക് ശരിയായി അറിയാം. 3 ലോകങ്ങളിൽ നടക്കുന്നതെല്ലാം തന്നെ എനിക്ക് അറിയാം. ഇത് മാത്രമല്ല, 3 ലോകത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നോ എല്ലാം എനിക്ക് ധ്യാനത്തിൽ കൂടി കാണാൻ കഴിയും. തപോലബ്ധമായ ദൃഷ്ടി കൊണ്ട് നീ നിർദോഷിയാണെന്ന് എനിക്കറിയാം. നിനക്ക് യാതൊരു ദോഷവുമില്ലാതെ എനിക്ക് നല്ലപോലെ അറിയാം. വിശ്വാസത്തോടെ നീ ഇവിടെ സുഖമായി വസിക്കൂ. നീ എൻ്റെ അടുത്താണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിനക്ക് വിശ്വാസത്തോടു കൂടി ഇവിടെ
സമാധാനമായി കഴിയാം എന്ന് ആ സീതയ്ക്ക് അഭയം കൊടുത്തു വാൽമീകി മഹർഷി. പിന്നെ പറയണം, എൻ്റെ ആശ്രമ സമീപത്തായി താപസികൾ തപസ് ചെയ്ത് വസിക്കുന്നുണ്ട്. വത്സേ, അവർ നിന്നെ സദാ കുഞ്ഞിനെ പോലെ നോക്കിക്കൊള്ളും എന്ന് പറഞ്ഞ് ഈ വിശ്വാസപൂർവം നീ വിശ്വാസത്തോടുകൂടി ഉള്ളിലെ ദുഃഖമെല്ലാം മാറ്റി ഈ അർഘ്യം സ്വീകരിച്ചാളൂ എന്ന് പറഞ്ഞ് സീതയ്ക്ക് വെള്ളം കുടിക്കാനായിട്ട് കൊടുത്തു. വിഷാദമെല്ലാം ഉപേക്ഷിച്ച് സ്വന്തം ഗൃഹത്തിലാണെന്ന് കരുതി ഇവിടെ നിനക്ക് സമാധാനമായി കഴിയാമെന്ന ആ മുനി സീതയെ ആശ്വസിപ്പിച്ചു. പരമാശ്ചര്യകരമായ ഋഷിയുടെ വാക്കുകേട്ട് സീത കൈകൂപ്പി തലകുനിച്ച് പാദങ്ങളിൽ വണങ്ങി അങ്ങനെയാവാമെന്ന് അറിയിച്ചു. വിനയത്തോടുകൂടി സീത ആ മഹർഷിയുടെ പിന്നാലെ യാത്രയായി. മടങ്ങിപ്പോകുന്ന ആ മുനിയെ മൈഥിലി അഞ്ജലി കൂപ്പിക്കൊണ്ട് അനുഗമിച്ചു. സീതയോടൊത്ത് ആ മുനി വരുന്നത് കണ്ട മുനിപത്നിമാർ അടുത്ത് ചെന്ന് സസന്തോഷം ഇങ്ങനെ പറയുന്നു. തം പ്രയാന്തം മുനിം സീതാ പ്രാഞ്ജലി പൃഷ്ഠതോ അന്വതാത് തം ദൃഷ്ട്വാ മുനിമായാന്തം വൈദേഹ്യാ മുനിപത്നയാ. മടങ്ങിപ്പോകുന്ന ആ മുനിയുടെ പിന്നാലെ സീത അഞ്ജലി കൂപ്പിക്കൊണ്ട് അനുഗമിച്ചു. സീതയോടുകൂടി വരുന്ന ആ മുനിയെ കണ്ട് അവിടെയുള്ള സ്ത്രീകളെല്ലാം സന്തോഷത്തോടുകൂടി ഇങ്ങനെ പറയാണ്, മുനിവര, അങ്ങേക്ക് സ്വാഗതം. ഭവാൻ ഇവിടെ വന്നിട്ട് കുറെ കാലമായല്ലോ. ഞങ്ങളെല്ലാം അങ്ങയെ വന്ദിക്കുന്നു. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അരുളി ചെയ്താലും. എന്ത് സഹായമാണ് ഞങ്ങൾ അങ്ങേക്ക് ചെയ്തു തരേണ്ടത് എന്ന സ്ത്രീകൾ, താപസ സ്ത്രീകൾ വിനീതമായി പറഞ്ഞു. ആ മുനിയോട് ചോദിച്ചു. അവരുടെ വാക്ക് കേട്ട് വാൽമീകി മഹർഷി ഇപ്രകാരം പറഞ്ഞു. ധീമാനായ രാമന്റെ പത്നിയായ സീത ഇതാ വന്നിരിക്കുന്നു. ശ്രീരാമന്റെ പത്നിയായ സീതയാണ് ഈ വന്നിരിക്കുന്നത്. ദശരഥന്റെ സുഷയും ജനകന്റെ പുത്രിയും പതിപ്രതയും പാപരഹിതയുമായ ഇവൾ ഭർത്താവിനാൽ പരിത്യക്തയും ഞാൻ സദാ സംരക്ഷിക്കേണ്ടവളുമാണ്. ഭർത്താവ് ഉപേക്ഷിച്ചിട്ടുണ്ട്. ഇവൾക്ക് യാതൊരു ദോഷമില്ലെങ്കിലും പ്രത്യേക കാരണങ്ങളാൽ ആയിരിക്കാം ഭർത്താവിനാൽ പരിത്യക്തയാണ്. ഞാൻ ഇവളെ സംരക്ഷിക്കേണ്ടതാണ്. അതുകൊണ്ട് അതിയായ സ്നേഹത്തോടെ നിങ്ങൾ ഇവളെ നോക്കണം. കാര്യഗൗരവം കൊണ്ടും എൻ്റെ വാക്കുകൊണ്ടും, എൻ്റെ വാക്ക് അനുസരിക്കാൻ വേണ്ടിയും കാര്യത്തിൻ്റെ ഗൗരവം അനുസരിച്ചും നിങ്ങൾ ഇവൾക്ക് വേണ്ട പോലെ സൽക്കാരം ചെയ്യണം, മാനിക്കണം. നിങ്ങൾ ഇവളെ മാനിക്കണം. ഇവൾ നിങ്ങൾക്ക് വിശേഷിച്ചും പൂജ്യയായിരിക്കട്ടെ എന്നെല്ലാം മഹർഷി പറഞ്ഞു ആ സ്ത്രീകളോട്. മുഹുശ്ച വൈദേഹിം പ്രണീതായ മഹായശ സ്വമാശ്രമം ശിഷ്യവൃത പുനരായാൻ മഹാതപാം. ഇങ്ങനെയെല്ലാം മഹായശസ്വിയായ മഹാതപസി, അതായത് വാൽമീകി മഹർഷി വീണ്ടും വീണ്ടും വൈദേഹിയെ ആ താപസികൾക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ട് ശിഷ്യന്മാരോട് തൻ്റെ ആശ്രമത്തിലേക്ക് തിരിച്ചു പോകുകയും ചെയ്തു. മഹർഷി സീതയെ വിശ്വാസപൂർവം ആ താപസ സ്ത്രീകളെ ഏൽപ്പിച്ചു. വീണ്ടും വീണ്ടും പറഞ്ഞു, അവളുടെ കാര്യം നല്ലപോലെ നോക്കണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് മഹർഷി പറഞ്ഞത്. സീത അവിടെ ആശ്വാസത്തോടുകൂടി അഭയം ലഭിച്ച പോലെ വിശ്വാസത്തോടുകൂടി അവിടെ കഴിഞ്ഞുകൂടാണ് ഇനിയുള്ള കുറെ കാലം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്ത ന്യായേന മാർഗേണ മഹിം മഹീഷ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ
സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതിസ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീജഗദംബാർപ്പണമസ്തു. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം തത്സത്.